നമസ്കാരം. ഡിബേറ്റ് 360 ആരംഭിക്കുകയാണ്. തദ്ദേശപൂരിൽ അങ്ങനെ കളം നിറഞ്ഞ UDF തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. പുതിയ കേരളത്തിനായി വികേന്ദ്രീകൃതമായ വികസനത്തിനും ജനകീയ ഭരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, ഭരണ നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന സമഗ്രമായ പദ്ധതികളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം വാഗ്ദാനങ്ങൾക്കും അപ്പുറത്ത് തദ്ദേശ സ്ഥാപനങ്ങളെ വികേന്ദ്രീകൃത വികസനത്തിന്റെ യഥാർത്ഥ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വ്യക്തമായ രൂപരേഖയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അധികാരവും സാമ്പത്തിക വിഭവങ്ങളും താഴെത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, റോഡ് നവീകരണം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മുന്നണി പങ്കുവയ്ക്കുന്നു. യുവാക്കൾ, സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ക്ഷേമ പദ്ധതികളും സുതാര്യ ഭരണത്തിനുള്ള ഗവേണൻസ് സംവിധാനവും പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന UDF കാഴ്ചപ്പാടാണ് വെളിവാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ വികേന്ദ്രീകൃത വികസന മാതൃക പ്രധാന ഘടകമാകും എന്നതിൽ സംശയമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചർച്ചയിലേക്ക്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: രഞ്ജിത് രവീന്ദ്രൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് സതീഷ് വസന്ത് LDFിൽ നിന്ന്, ജോമോൻ ചക്കാരക്കൽ BJPയിൽ നിന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ B രജി എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക്. ശ്രീ രഞ്ജിത് രവീന്ദ്രൻ, നോക്കൂ, തദ്ദേശ പോരിൽ UDF കളം നിറഞ്ഞിരിക്കുകയാണ്. അതായത് ശക്തമായ ഒരു പ്രകടന പത്രിക UDFന് ഇന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞു. അതായത് താഴെത്തട്ടിലുള്ള ഒരു വികസനം ഊന്നി സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പത്രികയാണ് UDF ഇന്ന് പുറത്തിറക്കിയത്. വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം UDF ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ നൽകുന്ന ഒരു വിലയിരുത്തൽ? തീർച്ചയായും ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ കേരളം മുഴുവൻ കണ്ടതാണ് UDFിൻ്റെ പ്രകടന പത്രികയിലുള്ള വിശദീകരണങ്ങളൊക്കെ. ഏത് മേഖലയിലാണ് UDF ശ്രദ്ധ ചെലുത്താതെ പോയത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. യാഥാർത്ഥ്യത്തിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കൃത്യമായ അവലോകനം ലോക്കൽ ബോഡികളിലെല്ലാം നടത്തിയതിന് ശേഷമായ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്നത്തെ പ്രകടന പത്രിക ഇന്ന് തയ്യാറാക്കി പുറത്ത് എത്തിച്ചത്. പ്രധാനമായും പറയുന്നത് കേരളത്തിൻ്റെ പുതിയ പദ്ധതികളിലെ പ്രധാന വിഷയങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് UDF പങ്കുവച്ചിരിക്കുന്ന ആശ്രയ പദ്ധതി. അപ്പോൾ LDFിൻ്റെ സർക്കാർ പറയുന്നത് ഇവിടെ ദരിദ്രരായ ആളുകളില്ല, പൂർണ്ണമായ ദാരിദ്ര്യമായ വിമുക്തമായ ഒരു കേരളമാണ് എന്ന് പറയുമ്പോൾ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ റോഡിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ ചെറിയ ഒരു കുടയുമായി ഇരുന്ന് വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ചെരുപ്പ് തുന്നുകയും പിന്നെ ആഹാര പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുകയും റോഡിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഞാനൊരു കൂരയില്ലാതെ ഇവിടെ നിന്ന് ദിവസവും കഴിഞ്ഞു പോകാനുള്ള ചിലവ് കണ്ടെത്താനായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ അതിദരിദ്രനല്ല എന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ലേ, ചൂണ്ടിക്കാട്ടുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് പോലും പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് മറുപടി ഇല്ലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യമില്ലാത്ത ഒരു കേരളം ഇവിടെ ആവശ്യമാണ് എന്ന് പ്രസക്തമായ ഒരു വിഷയം ഇവിടെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ബഹുമാന്യനായ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ ആ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ, ആശ്രയ പദ്ധതികളുമായുള്ള പ്രവർത്തനങ്ങൾ അന്നേ തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പ്രകടന പത്രികയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ലോകോത്തരമായിട്ടുള്ള മെഷീനറീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നാടിൻ്റെ മാലിന്യ വിമുക്തി വളരെ കാര്യമായി ചെയ്യുമെന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് അവിടെയാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള വളരെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും സിറ്റിയുടെ പല ഭാഗങ്ങളിലും തന്നെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ അതിനെ കൊല്ലണമെന്നോ അതിനെയൊക്കെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വകവരുത്തണമെന്നോ എന്നൊന്നും ഒരു അഭിപ്രായം ആർക്കും തന്നെ ഇല്ല. ഞങ്ങൾ പറയുന്നത് അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. ഗവൺമെൻറ് പല ഘട്ടങ്ങളിലെല്ലാം പറഞ്ഞ് പരാജയപ്പെട്ടതാണ്. LDFിൻ്റെ സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പല ഘട്ടങ്ങളിൽ പറഞ്ഞ് പരാജയപ്പെട്ട
ഒന്നാണ് തെരുവ് നായ ശല്യത്തിന് കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ നടപടിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന പല അവസരങ്ങളുമാണ് നമ്മൾ ഈ കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുക എന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ധ്യവയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിൽ നേരിട്ട് എത്തിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പ്രത്യേകമായ ഒരു സ്ക്വാഡിനെ രൂപീകരിച്ച് ആ സ്ക്വാഡ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൃത്യമായ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ ചെയ്യുന്നവൻ, കൂലിപ്പണി ചെയ്യുന്നവൻ, അവൻ പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളോ ബെഡ് റിഡനായിട്ടുള്ള ആൾക്കാരോ ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അവന് കൃത്യമായി അവരുടെ ആ സ്ക്വാഡ് അവർക്ക് ഉപകാരപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് ഈ പൊതുജനാരോഗ്യത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് UDF അത്തരം കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഈ നമ്മൾ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ കണ്ടല്ലോ, നമ്മൾ നിരന്തരമായി ഇവിടെ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തതാണ് ആശാ വർക്കർമാർക്ക് 2000 രൂപ എന്നുള്ള ഒരു ആശയം. അത് നമ്മൾ UDFൻ്റെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു. അതുപോലെ അങ്കണവാടിയിൽ ആധുനികവൽക്കരിക്കുകയും ജീവനക്കാർക്ക് അധിക ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നത് നമ്മൾ ആശാ വർക്കർമാർക്കൊപ്പം നമ്മൾ സംസാരിച്ചൊരു വിഷയമാണത്. അപ്പോൾ അതിലൊക്കെ കൃത്യമായി നമ്മളൊരു ചർച്ച ചെയ്ത് പോകുന്നതല്ലാതെ കൃത്യമായ അവലോകനം അതിലൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും അത്തരത്തിലുള്ള ഗുണനിലവാരങ്ങൾ ഉറപ്പുവരുത്താനായി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് കൂടുതൽ അറിയാമല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അത് താഴെത്തട്ടിൽ അധികാരം ഈ താഴെത്തട്ടിലുള്ളൊരു പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് UDF അത് മുന്നോട്ട് പോയിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ആവട്ടെ, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനും കായിക വികസനത്തിനും യുവജനക്ഷേമത്തിനുമൊക്കെ വളരെ കൃത്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രകടന പത്രിക പോയിരിക്കുന്നത്. ടൂറിസത്തിനടക്കം ഈ അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായി നമുക്കിവിടെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണവർ. അപ്പോൾ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ ലോക്കൽ ബോഡിക്ക് അടക്കമുണ്ട് എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് തന്നെയാണ് അത് പോകുന്നത്. അതുപോലെ പൊതുശ്മശാനങ്ങളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതും പൊതുജന ഇടങ്ങളിൽ ആധുനിക കംഫർട്ട് സ്റ്റേഷനുകൾ നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് അത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ പ്രകടന പത്രിക നടപ്പിലാക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, ഇന്നത്തെ വാഗ്ദാനം നാളത്തെ യാഥാർത്ഥ്യം എന്നാണ് UDF ഈ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അടിസ്ഥാന വികസന സൗകര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇറക്കിയ ഒരു പത്രികയാണ്. വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നോക്കൂ, അടിസ്ഥാന സൗകര്യ വികസനം, ഭരണ നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന സമഗ്രമായ പദ്ധതികൾ UDF വിഭാവനം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരണം? മെഗ ഇന്ന് UDF ഇറക്കിയ ഒപ്പമുണ്ടാകും UDF എന്നുള്ള ഒരു ക്യാപ്ഷനിലാണല്ലോ ഒരു പ്രകടനപത്രിക ഇറക്കിയിട്ടുള്ളത്. നോക്കൂ, ഈ പ്രകടനപത്രിക ഇറക്കിയപ്പോഴത്തേക്ക് തന്നെ അവർക്കൊന്ന് കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കൂ, അടിസ്ഥാന സൗകര്യം, ഇവിടെ അടിസ്ഥാന സൗകര്യം ഇല്ലേ? അടിസ്ഥാന സൗകര്യം മോശമായിട്ടാണോ അതോ ഭരണനിർവഹണത്തിന് നവീകരണത്തിന് പുതിയ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിറക്കിയത്? കുഴപ്പമില്ല, അത് അവരുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ ഒന്നും പറയാൻ പറ്റില്ല. നോക്കൂ, ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം UDF ഇറക്കിയ ഈ നമ്മളെ പ്രകടന പത്രിക ഇത് നിയമസഭയ്ക്കാണോ അതോ അതിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പാണോ എന്ന് നോക്കണം. കാര്യം എനിക്ക് തോന്നുന്നു ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇറക്കേണ്ട ഒരു പ്രകടന പത്രികയാണ്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇറക്കിയിട്ട് എന്ത് കാര്യമൊന്നും എനിക്കൊരു പിടിയില്ല. ചിലപ്പം അവർ അതിൻ്റെ മുന്നോടിയായിരിക്കും ഇറക്കുന്നത്. ഞാനിത് പറയുന്നത് ഈ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നത് അധികാര പുനഃസ്ഥാപനം എന്താണ് എനിക്ക് മനസ്സിലായില്ല. സംസ്ഥാന സർക്കാർ തിരിച്ചെടുത്ത തദ്ദേശ അധികാരം, തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഈ സർക്കാരാണ്. പാലോളി മുഹമ്മദ് സർക്കാരാണ് ഈ 50% സ്ത്രീകൾക്ക് സംവരണം ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏതാണ് തിരിച്ചെടുത്തിട്ടുള്ളത്? അവരെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ്റെ ഏതധികാരമാണ് തിരിച്ചെടുത്തിട്ടുള്ളത്? അത് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സുതാര്യ ഭരണം ഈ നടപ്പിലാക്കും. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇപ്പം നവംബർ 1-ാം തീയതി തന്നെ കേരള സർക്കാർ അതിദാരിദ്ര്യമുള്ള നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇറക്കിയിട്ടുള്ളത്. 68 ലക്ഷം കുടുംബങ്ങളെ
ദാരിദ്ര്യ നിർമ്മാണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഇറക്കിയിട്ടുള്ളത്. അപ്പം ഈ പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ്, അതുപോലെ എല്ലാവർക്കും വീട് അതെങ്ങനെ സാധ്യമാക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് എല്ലാവർക്കും പറയാമെന്ന് മേഘ, പ്രകടന പത്രികയിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് പറയുന്ന കാര്യങ്ങൾ അതുപോലെയാണോ എല്ലാവർക്കും പറയാം? ഏതാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ചെയ്യാത്തതെന്നൊന്ന് പറയൂ. നിങ്ങൾക്ക് കഴിഞ്ഞ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര കാര്യങ്ങൾ 2016 പോട്ടെ 2021 കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് ഞാൻ എടുക്കുന്നില്ല. 2021 നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി ഞാൻ പറയാം. നിങ്ങൾ ആദ്യം ഘട്ടം എന്ന വിധത്തിൽ അവതരിപ്പിച്ച തൊഴിൽ, കേരളത്തിൽ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞത് എത്ര തൊഴിൽ നൽകുമെന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത്? എത്ര തൊഴിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞത്? അല്ല നോക്കൂ, തൊഴിൽ മേഖലയിൽ ഏറ്റവും അല്ല 2021 പ്രകടന പത്രികയിൽ നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞത്? അല്ല അങ്ങ് പറയൂ. അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 10 ലക്ഷം പേരൊക്കെ. അല്ല അങ്ങേക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറയൂ, എനിക്കറിഞ്ഞില്ല, പറയൂ. 25 ലക്ഷം പേർക്ക് തൊഴിൽ എന്നുള്ളതായിരുന്നു 2021 പ്രകടന പത്രികയിൽ നിങ്ങളുടെ വാഗ്ദാനം. എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? 15-20 ലക്ഷം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടക്കാർക്ക് പിൻവാതിൽ നിയമനത്തിലൂടെ തൊഴിൽ നൽകിയ കാര്യമല്ല ചോദിച്ചത്. അതായത് സാധാരണ ആളുകൾ, യുവാക്കൾ, ഇവിടെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് എത്ര പേർക്ക് നിങ്ങൾ തൊഴിൽ നൽകി എന്നതാണ് ചോദ്യം. അല്ല ചോദ്യങ്ങൾ ഇല്ലേ, നോക്കൂ, എത്ര പേർക്ക് നൽകി കണക്കുകൾ കാണിക്കൂ. അല്ല ഞാൻ പറഞ്ഞ പുതിയ നമ്മളെ കഴക്കൂട്ടത്തൊക്കെ വന്നിട്ടുള്ള ടെക്നോളജി നിങ്ങളൊന്ന് മനസ്സിലാക്കിയോളൂ. കഴക്കൂട്ടത്തുള്ള ടെക്നോളജി അല്ലല്ലോ കേരളം മൊത്തമുള്ളത്. കഴക്കൂട്ടത്തുള്ള ടെക്നോളജി അല്ലല്ലോ കേരളം മൊത്തത്തിലുള്ള. അല്ല ഞാൻ പറഞ്ഞത് അവിടെ തുടങ്ങി നമ്മളെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. 2016 പ്രകടന പത്രികയിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്തത് 20 ലക്ഷം പേർക്ക് തൊഴിൽ എന്നുള്ളതായിരുന്നു. മൊത്തം 45 ലക്ഷമായി. ഈ 45 ലക്ഷം തൊഴിൽ എവിടെയെന്നുള്ളതാണ് ജനം ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു മേഖല മാത്രമല്ല, തൊഴിൽ മേഖല, വ്യവസായ മേഖലയുണ്ട്, IT മേഖലയുണ്ട്, എല്ലാം ഉണ്ട്. 15 ലക്ഷം ഉപതൊഴിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് ഈ ഉപതൊഴിൽ? മുഖ്യമന്ത്രിക്ക് നിങ്ങൾ ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന ഉപതൊഴിലാണോ എന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ വ്യവസായ മേഖല നിങ്ങൾ എടുക്കുന്നു, എല്ലാം തിരിച്ചു പറയാം. ടൂറിസം, ഇലക്ട്രോണിക് മേഖല 10 ലക്ഷം പേർക്ക് തൊഴിൽ എവിടാന്ന് എനിക്കറിയില്ല. കൃഷി, കെട്ടിട നിർമ്മാണം, ചെറുകിട വ്യവസായ മേഖലയിൽ 15 ലക്ഷം പേർക്ക് തൊഴിൽ, അതും എനിക്കറിയില്ല എവിടെയാണെന്ന്. ഇങ്ങനെയാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴ. പിന്നെ 15,000 എന്തോ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു. എവിടെ തുടങ്ങി? സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടില്ലേ? 1 കോടി ചതുരശ്ര അടി IT പാർക്ക്. കശുവണ്ടി മേഖലയിൽ 10,000-ലധികം തൊഴിലവസരങ്ങൾ. എല്ലാം വെള്ളത്തിൽ വരച്ച വരയല്ലേ നിങ്ങൾ പറഞ്ഞ. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് തൊഴിൽ നൽകുമെന്നുള്ളത്. ആ തൊഴിലിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും അധികം സംസാരിച്ചത്. എവിടെയാണ് നിങ്ങളുടെ ഈ തൊഴിൽ നൽകുന്ന കണക്കുകൾ? പിൻവാതിൽ നിയമനത്തിലൂടെ നിങ്ങൾ കുറെ അധികം ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഭരണത്തിന്റെ സായാഹ്നത്തിൽ ഈ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരല്ലാതെ അവരെ സ്ഥിരപ്പെടുത്താനുള്ള തത്രപ്പാടിലുമാണ് നിങ്ങളുടെ ഭരണം കാലാവധി തീരുന്നതിന് മുൻപ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നിങ്ങൾ എവിടെയാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കേരളത്തിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു 5 വർഷം കൊണ്ട്, മേഘ പറഞ്ഞ ഒരു 5 വർഷം കൊണ്ട് IT മേഖലയായിരുന്നാലും സ്റ്റാർട്ടപ്പുകളായിരുന്നാലും വ്യവസായ മേഖലയായിരുന്നാലും നോക്കൂ, 40 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നമുക്ക് ലാഭത്തിൽ പോയിക്കൊണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ നോക്ക്, ട്രാൻസ്പോർട്ട് എടുത്ത് നോക്കൂ, ട്രാൻസ്പോർട്ട് ലാഭത്തിലാണ് അവിടുത്തെ അല്ലേ? ട്രാൻസ്പോർട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല എന്താ നിങ്ങൾ എന്താ പുച്ഛം പോലെ പറയുന്നത്? ശരി നിങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജനം കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് എടുക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എവിടെയാണ് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതെന്ന് നേരത്തെ ഉണ്ടായിരുന്നു, ഇല്ലൊന്നുമില്ല. ഇന്ന് എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കൂ, നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പം നിങ്ങൾ പറയുന്നത് അതുപോലെ ഇത് പൊതുജനാരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്ത് ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് വെച്ചാൽ കേരള സംസ്ഥാനമാണ്. ഇന്ത്യക്കകത്തുള്ള ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യത്തിൽ കേരളമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതുപോലെ തന്നെ കേരളമാണെന്ന് സംശയമില്ലേ? അല്ല വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളല്ലേ? നിങ്ങൾ അടിസ്ഥാന സൗകര്യത്തിൽ കേരളമല്ലേ? ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള കേരളത്തിൽ എവിടെയെന്ന് അറിയാം? അല്ല ഇന്ത്യക്കകത്ത് എവിടെയെന്ന് അറിയാമോ? ഇന്ത്യക്കകത്ത് എവിടെയെന്ന് അറിയാമോ? അത് കേരളത്തിലാണ്. മേഘ കേരളത്തിലാണ്. അത് നിങ്ങളുടെ ക്രെഡിറ്റ് എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറയുന്നത്? പിന്നെ ആരാ ക്രെഡിറ്റ്? മാത്രം ക്രെഡിറ്റ് ആണോ? അല്ല ഞാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ UDF കൂടി എടുത്തോളൂ. ഞാൻ പറയുന്നത്
അങ്ങനെ അങ്ങനെയല്ലല്ലോ നോക്കൂ, ഇവിടെ ആരോഗ്യ മേഖലയെ കുറിച്ച് വീരവാദം മുഴക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്ത് സുതാര്യതയാണ്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? എത്രയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. നിപ നിങ്ങൾ തുടച്ചു നീക്കി. നിപ ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്ന ഒരു അസുഖമായി, ഒരു വലിയ തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ ഇടിച്ചു കേട്ടാ. നിങ്ങൾക്ക് അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞോ? നിങ്ങൾക്ക് അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞോ? ഉറവിടം ഇവിടെ നിന്നാണോ? കേരളത്തിൽ നിന്നാണോ ഉറവിടം നിപ്പയുടെ? അല്ല പറയൂ, എവിടെ നിന്നാണ്? അല്ല, വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നല്ലേ നിപ്പ കേരളത്തിൽ വന്നപ്പോഴല്ലേ നിപ്പയുടെ ഇത് വന്നിട്ടുള്ളത്? നിപ്പ മാത്രമല്ലല്ലോ, നമ്മളൊക്കെ കോവിഡ് ആയിരുന്നാലും എവിടെ നിന്ന് കേരളത്തിൽ നിന്നാണ് ഉണ്ടായത്? അല്ലല്ലോ. കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കത്തെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ആ തിക്കിലി വളരെ വ്യാപനം കൂടാൻ വേണ്ടി കോഴിക്കോട് അടക്കം പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആവട്ടെ, ഞാൻ പറഞ്ഞത് എന്നല്ലല്ലോ, അങ്ങനെയല്ലോ. ഒരു പ്രശ്നം വന്നാൽ, ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ട വിധം തന്നെയല്ല. നിങ്ങൾ ആരോഗ്യ മേഖല എടുത്താലും, വിദ്യാഭ്യാസ മേഖല എടുത്താലും, കാർഷിക മേഖല എടുത്താലും, തൊഴിൽ മേഖല എടുത്താലും കേരളം ഒന്നാമതി തന്നെ. അത് നമുക്ക് 13-ാം തീയതി ഇവിടെ ഒന്ന് ഇരിക്കാമല്ലോ. അല്ല, ഞാൻ വളരെ ഇന്ത്യക്കകത്ത് ഏതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരോഗ്യ മേഖല എടുക്കുന്നത് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറയേണ്ടി വന്നത് ഡോക്ടർ അല്ല. ഞാൻ പറഞ്ഞു ഇല്ല, 100% നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ പറയുന്നത് അല്ല, ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ആരോഗ്യ മേഖല എന്നല്ല ഞാൻ പറയുന്നത്. അല്ല മേഘ, ഇന്ത്യക്കകത്ത് ഏറ്റവും കുറവുള്ള ശിശുമരണ നിരക്കുള്ളത് കേരളത്തിലാണ് അല്ലേ? അല്ലെന്ന് പറയൂ. പ്രസവാനന്തരം മരണപ്പെടുന്ന കുട്ടികളുടെ ഇത് എവിടെയാണ്? കേരളത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ആരോഗ്യ മേഖല എന്നാലും, ഈ നമ്മളെ വിദ്യാഭ്യാസ മേഖല എന്നാലും, കാർഷിക മേഖല എന്നാലും, തൊഴിൽ മേഖല എന്നാലും, ഏത് മേഖല എടുത്താലും ഇന്ന് കേരളം നമ്പർ 1 തന്നെ, ഒരു സംശയമില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം നല്ലതാണ്. ഓക്കെ, ഞാൻ അങ്കിലേക്ക് എത്താം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, എങ്ങനെയാണ് UDF പ്രകടന പത്രികയെ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായി ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ളത്. കാരണം കേരളത്തിൽ കാലാകാലങ്ങളിലായി നിങ്ങൾക്ക് രണ്ട് മുന്നണികൾക്കും ഒട്ടനവധി സമയം നിങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒട്ടനവധി പ്രകടന പത്രികകൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ട പ്രകടന പത്രികകളൊന്നും മലയാളികൾക്ക് കാണാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ജനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും വമ്പിച്ച ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾ ABC കൺട്രോൾ, അല്ലെങ്കിൽ അനിമൽ ബെർത്ത് കൺട്രോള്, അതുപോലെ തന്നെ ഇപ്പോ തെരുവ് നായ ശല്യം, ഇതെല്ലാം ഇല്ലാതാക്കുമെന്ന്. നമുക്ക് എത്ര പഞ്ചായത്തുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഭരിക്കാൻ കിട്ടി? ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ, നിങ്ങളുടെ പ്രകടന പത്രിക ഒരിക്കലും പുച്ഛിച്ചു തള്ളുകയല്ല. എത്ര പഞ്ചായത്തുകൾ ഭരിക്കാൻ കിട്ടി? എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വിവേചനാധികാരം ഉണ്ടായിരുന്നു. കോടതികൾ പറഞ്ഞു നിങ്ങൾക്ക് വിവേചനാധികാരമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഇരിക്കുന്നതിന് തൊട്ടടുത്തൊരു പഞ്ചായത്തുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത്, പഴയന്നൂർ എന്ന് പറയും. അവിടെ പഴയന്നൂർ പഞ്ചായത്തിൽ കാട്ട് പന്നിയുടെ ശല്യം രൂക്ഷമാണ്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് വിവേചനാധികാരമുണ്ട്. ഇതിനെ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് അദ്ദേഹം ഒരു മരക്കുറ്റിയിരിക്കുന്ന നിലവാരത്തിൽ ഇരിക്കുകയല്ലാതെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ഉള്ള ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പ്രകടന പത്രിക കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഭരിക്കാൻ കയറ്റുന്ന നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? കോടതികൾ കൃത്യമായി പറയുന്നുണ്ട് പഞ്ചായത്തുകൾക്ക് വിവേചനാധികാരമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന് വിവേചനാധികാരമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ചില അധികാരങ്ങൾ ഉപയോഗിക്കാം. ഒരൊറ്റ പന്നികളെ, ഒരു ഒറ്റ കാട്ടുപന്നിയെ പോലും ഈ പഴയന്നൂർ പഞ്ചായത്തിൽ വെടിവെച്ച് കൊന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതാ, പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് LDFന്റെ ഭരണം, ഞാൻ പറഞ്ഞില്ലേ, LDFന്റെ ഭരണം ജനം മടുത്തുവെങ്കിൽ UDFന്റെ കഴിഞ്ഞ കാലത്തെ പല പദ്ധതികളും പല പ്രകടന പത്രികകളും കേരളം കണ്ടിട്ടുണ്ട്.
ഇതെല്ലാം കേരളം ഇനി നിങ്ങളെ എന്ത് കണ്ട് വിശ്വസിക്കുമെന്നുള്ള ചോദ്യം മേഘ. നിങ്ങളെ ഞാൻ എന്ത് കണ്ട് വിശ്വസിക്കും? ഏത് കാര്യമാണ് കൃത്യമായി നടത്തി കൊടുത്തിട്ടുള്ളത്? കേരളത്തിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടോ? എത്രയോ മലയോര പഞ്ചായത്തുകൾ കോൺഗ്രസ് ഭരിക്കുന്നു. എത്രയോ മലയോര പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ എത്രയോ മലയോര മേഖലകളിലുള്ള നഗരസഭകൾ കോൺഗ്രസ് ഭരിക്കുന്നു, UDF ഭരിക്കുന്നു, മുസ്ലിം ലീഗ് ഭരിക്കുന്നു. എവിടെയെങ്കിലും പ്രസിഡന്റിന്റെ വിവേചനാധികാരം അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും കർഷകരെ സഹായിച്ചിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രകടന പത്രിക കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഗുണമെന്ന് മനസ്സിലാവുന്നില്ല മേഘ. നല്ലതാണ്, പ്രകടന പത്രിക നല്ലതാണ്. ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും, നല്ലതാ. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ജനം വെറുത്തിരിക്കുകയാണ്. സത്യമാണ്, ആശ്വാസമാണ് നിങ്ങളുടെ പ്രകടന പത്രിക കാണുമ്പോൾ. പക്ഷെ എന്ത് കണ്ട് നിങ്ങളെ കയറ്റുമെന്നുള്ള ചോദ്യമല്ലേ? ഈ പ്രകടന പത്രിക കണ്ടുകൊണ്ട് എന്ത് കണ്ട് നിങ്ങളെ കയറ്റും? ഈ ചോദ്യം നിങ്ങൾ സ്വയമേ ചോദിക്കണം. സ്വയം ചോദിക്കേണ്ട ദിനങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റത്തെക്കാൾ ഉപരി സമീപ ഭാവിയിൽ അതിവിദൂരമല്ലാതെ മാറാത്തത് മാറും എന്ന മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് കേരളത്തിൽ നിരവധി പഞ്ചായത്തുകൾ ഭരിക്കാൻ അവസരം കിട്ടുമെന്ന് പറയാൻ കൂടെ ഞാൻ ഈ ജയ്ഹിന്ദിന്റെ ഫ്ലോർ ഉപയോഗിക്കുന്നു. ശരി, വ്യക്തമാണ്. ബി രജി, ഇവിടെ നോക്കൂ, UDFന്റെ പ്രകടന പത്രിക വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം UDF ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം എല്ലാ അടിസ്ഥാന വർഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും യുവാക്കൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. അതായത് ഇന്നത്തെ വാഗ്ദാനം നാളെ യാഥാർത്ഥ്യമാകുന്നു എന്ന തരത്തിൽ തന്നെയാണ് UDF ഈ ഘട്ടത്തിലും അത് വ്യക്തമാക്കുന്നത്. അതായത് ഈ വിദേശ മാതൃക എല്ലാവിധ സംവിധാനങ്ങളോടും ഒരു പുതിയ കേരളം, 5 വർഷത്തിന് ശേഷം ഒരു പുതിയ കേരളം എന്ന വിഭാവനം കൂടി UDF ചെയ്യുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്കുള്ള പ്രതികരണം? നോക്കൂ, BJP നേതാവ് ഇവിടെ ചോദിക്കുകയാണ്, എന്ത് കണ്ട് ഈ പ്രകടന പത്രിക എന്ത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം? അതിനെക്കുറിച്ചടക്കം ഈ ഘട്ടത്തിൽ മറുപടി പറയാം അങ്ങേക്ക്. നോക്കൂ മേഘ, 9.5 വർഷത്തെ ഇടതുപക്ഷ ഭരണം ജനങ്ങളുടെ പ്രതീക്ഷയുടെ കാൽഭാഗത്ത് പോലും എത്താതെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 9.5 വർഷമായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിൻ്റെ കെടുതികളെ, സർക്കാരിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടുക മാത്രമല്ല ബഹുമാന്യനായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇവിടെ ചെയ്യുന്നത്. വളരെ കോൺക്രീറ്റ് ആയിട്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള സർവീസ് ഡെലിവറി നടത്താൻ കഴിയും എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ട്, വളരെ ആലോചിച്ച്, വളരെ ഏറെ സമയമെടുത്ത് കാൽക്കുലേറ്റഡ് ആയിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മുമ്പാകെ നൽകിയിരിക്കുന്ന ഈ പ്രകടന പത്രിക വളരെ പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1/4 നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇത്ര ഉണർവോടുകൂടി, ആർജവത്തോടുകൂടി, മുന്നൊരുക്കത്തോടുകൂടി കോൺഗ്രസ് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം. അതിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ ഇന്നത്തെ വാഗ്ദാനം നാളത്തെ യാഥാർത്ഥ്യം, ഒപ്പമുണ്ട് UDF എന്ന ഒരു തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ യാഥാർത്ഥ്യത്തെ UDF മനസ്സിലാക്കുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാമ്പത്തിക ഇന്നിക്വാലിറ്റി ഉണ്ട്, ഒരു അസമത്വം. നോക്കൂ, 40%-40%-ത്തിലധികം വെൽത്ത് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ 1% സമ്പന്നരാണ്. ഏതാണ്ട് 60%-ത്തോളം അവരുടെ സമ്പത്തിൽ കഴിഞ്ഞ 10 വർഷമായി 62% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ വേറൊരു കണക്കെന്ന് പറയുന്നത് ഇന്ത്യയിലെ 60% മുതൽ 65-70% വരെ ഗ്രാമീണ തലത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ ജനതയെ, അവരുടെ ജീവിത നിലവാരത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന, ജനങ്ങളുടെ ഉന്നമനത്തിനും വികസനത്തിനും ആഗ്രഹിക്കുന്ന ഒരു സർക്കാരോ പ്രതിപക്ഷമോ ചെയ്യേണ്ടത്. ഇവിടെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതായത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുവാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങുക, ഗ്രാമത്തിലെ ജനങ്ങളെ, അവരെ ഉന്നമനം നടത്തുക, അവരെ ഉദ്ധരിക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. ഇത് 4 സബ്ജക്റ്റുകളായി, അതായത് 4 ഹെഡിങ്ങുകളായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് പുതിയ കേരളത്തിൻ്റെ പുതിയ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, അതുപോലെ നയപരമായ മുന്നേറ്റം, അധികാരം അടിത്തട്ടിലേക്ക് എന്ന 4 പ്രധാനപ്പെട്ട തലക്കെട്ടിലായിട്ടാണ് വളരെ കോൺക്രീറ്റ് ആയിട്ട്, വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
ഈ ഗ്രാമീണ ജനതയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഏതൊക്കെ മേഖലയിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ആ പരാജയപ്പെട്ട മേഖലകളിൽ ഒരു ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ്, ഒരു മറുതന്ത്രം മുന്നോട്ട് വയ്ക്കുകയാണ്. നോക്കൂ, ശുദ്ധമായ കുടിവെള്ളം. ഗ്രാമീണ ജനതയ്ക്ക് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ശുദ്ധമായ കുടിവെള്ളം. അതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് UDF ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ശുചീകരണം, അവിടെ ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശുചീകരണമാണ്. അതോ ആരോഗ്യ പരിപാലനം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്ന് ആരോഗ്യരംഗം ആകപ്പാടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് വീണ്ടും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. അന്യം നിന്ന് പോയ പകർച്ചവ്യാധികൾ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം, കോളറ തുടങ്ങി എത്രയോ രോഗങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗം നവീകരിക്കുവാൻ പറയുന്നുണ്ട്. റോഡുകൾ അധികാരത്തിൽ കയറി 100 ദിവസത്തിനുള്ളിൽ റോഡ് നവീകരണത്തിന് പ്രപ്പോസലുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. വൈദ്യുതീകരണം, അതുപോലെ ഡിജിറ്റൽ കണക്ടിവിറ്റി, അതായത് AI സാങ്കേതിക വിദ്യ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ കണക്ടിവിറ്റിയിലൂടെ ഈ ജൻസികളെ സ്വന്തമാക്കാൻ, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നേറാനുള്ള ഒരു വലിയൊരു ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാന്യനായ നമ്മുടെ BJP നമ്മുടെ ജോമോൻ ചക്കാലക്കൽ സൂചിപ്പിച്ചതുപോലെ ഈ വന്യജീവി സംഘർഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഗ്രാമീണ ജീവിതത്തിൽ. നാം ചെയ്യുന്ന കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ ഈ വന്യജീവികളുടെ അതിക്രമങ്ങളിലൂടെ എല്ലാം നശിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ ഈ കേരള സർക്കാർ, നിലവിലിരിക്കുന്ന സർക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിരൂക്ഷമായിട്ടുള്ള സമര പരമ്പര നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ പല ഭാഗത്തും അതുപോലെ വനപ്രദേശങ്ങളിലുമൊക്കെ ഉയർന്നിട്ട് പോലും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു, തൊഴിൽ നൽകുമെന്ന് പറയുന്നു. നോക്കൂ, 8.5 ലക്ഷം പേര്, 8 ലക്ഷം ഭവനരഹിതരാണ് കേരളത്തിൽ ഉള്ളതെന്നാണ് നിയമസഭ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി ലഭിച്ചിട്ടുള്ളത്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അതിലെ എല്ലാ കണക്കുകളും കഴിഞ്ഞതിന് ശേഷം 8.5 ലക്ഷം. ഇവിടെ കേരള സർക്കാർ ഇതുവരെ ഈ കഴിഞ്ഞ 9.5 വർഷമായി ഭവനം നൽകിയിട്ടുള്ളത് വെറും 4,62,000 പേർക്ക് മാത്രമാണ്. അപ്പോൾ ഈ ഭവനരഹിതർക്ക് എല്ലാവർക്കും ഭവനം നൽകാമെന്നുള്ളൊരു വലിയ വാഗ്ദാനമാണ് UDF ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇവിടെ 64,004 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അതിദാരിദ്ര്യത്തിൽപ്പെട്ടവരെന്ന് പറയുമ്പോൾ 4 ലക്ഷത്തിലെ അധികം മഞ്ഞ കാർഡ് ഉടമകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സമീപനം ഇവിടെ UDF സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ഈ പ്രധാനമായിട്ട് ഉള്ള ഈ ആസൂത്രണത്തിലെ പദ്ധതി നിർവഹണത്തിലെ ഉണർവ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ട, ഞാൻ വളരെ ശ്രദ്ധയോടെ വായിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഈ ഭരണ നിർവഹണ രംഗം അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രോജക്റ്റ് കൊണ്ടുവന്നു. ഏതാണ്ട് 8,700 കോടി ഇതിലധികം തുക ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ പ്രപ്പോസലിനാണ് കേരള സർക്കാർ രൂപം നൽകിയത്. നോക്കൂ, ഈ 8 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 50%, ഒരു 50% പൂർത്തിയാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോസ്റ്റ് എസ്കലേഷൻ എന്തുമാത്രം ഉയർന്നു പോകുന്നു, ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല, ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതി നിർവഹണത്തിലുള്ള ഈ അനാവശ്യമായ ഈ ക്രിമിനൽ കാലതാമസം എന്ന് പറയാം, അത് കുറ്റകരമായ കാലതാമസമാണ്. അതിനെ UDF അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നത്. അതായത് പദ്ധതി നിർവഹണം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് അത് സമയബന്ധിതമായി നിർവഹിക്കുവാൻ അവരിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രകടന പത്രികയെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഇത്. നോക്കൂ, 4 ഹെഡിങ്ങുകളിലായി ഏതാണ്ട് 111ഓളം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ ഈ LDF സർക്കാർ അവരുടെ പരാജയത്തെ സംബന്ധിച്ചുള്ളതാണ് LDF സർക്കാരിൻ്റെ 67 പ്രകടന പത്രികയിലെ നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ഇത്ര കോൺക്രീറ്റായി ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്ലോക്കുകളെ ശാക്തീകരിക്കുന്നതിനും അതുപോലെ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഒക്കെ ഈ ഒരു പുതിയ കേരളത്തിന് വേണ്ടിയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, ശ്രദ്ധേയമായിട്ടുള്ള, യാഥാർത്ഥ്യമായിട്ടുള്ള, നിർവഹിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇവിടെ
ഇത് തന്നെ ഈ പ്രകടന പത്രിക തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ LDF സർക്കാരിൻ്റെ കഴിവുകേടിന് നേരെ ചൂണ്ടുന്ന ഒരു ചൂണ്ടുപലകയുമാണ്. അതിന് ഒരു ഫലപ്രദമായ ഒരു മരുന്നായിട്ട് ഒരു മറുനിർദ്ദേശമായിട്ട് ഇവിടുത്തെ UDF മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഏതാണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിത നിലവാരം വർദ്ധിക്കുകയും ഗ്രാമീണ ജനതയുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന് ഒരു ഒത്തൊരുമയോടെയുള്ള ഈ UDFൻ്റെ പ്രവർത്തനം ആ രംഗത്തേക്ക്, ആ രീതിയിലേക്ക്, ആ ദിശയിലേക്ക് നീങ്ങും എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ജനങ്ങൾ ഇതിനെ സർവാത്മന സ്വീകരിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മേഘ, ശരി, വ്യക്തമാണ്. ബി രജിയിലേക്ക് ഞാൻ അല്പസമയത്തിനകം മടങ്ങിയെത്താം. നോക്കൂ രജിത്ത്, ഇവിടെ ബി രജി പറഞ്ഞതുപോലെ LDFന്റെ കഴിവുകേടിന്റെ ഒരു ചൂണ്ടുപലകയായി UDFന്റെ പ്രകടന പത്രിക മാറുകയാണ് എന്നുള്ളത്. നോക്കൂ, എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് UDFന് വോട്ട് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ. വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ UDFന്റെ പ്രതിനിധി ഇവിടെ ഒരു സാഹചര്യത്തിലും ഇടപെട്ടില്ല എന്നടക്കം. പക്ഷേ സംസ്ഥാനത്തിന്റെ പരിധിയിലാണല്ലോ അത് വരുന്നത്. സംസ്ഥാനമാണല്ലോ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കിടക്കേണ്ടത്. ഇവിടെ സംസ്ഥാനം മിണ്ടാതിരിക്കുകയാണ്. UDF ശക്തമായി പ്രതിഷേധ സമരങ്ങൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു യാത്ര വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട, അങ്ങനെ അത്തരത്തിലുള്ള യാത്രകളൊക്കെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു നടപടി UDFന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധത്തിന്റെ സ്വരമായി പലയിടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നിട്ടും സംസ്ഥാന സർക്കാർ ഇതിൽ യാതൊരു തരത്തിലുള്ള മറുപടിയും സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് BJP സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും മിണ്ടാത്തത്? അവിടെ ഇന്ന് തന്നെ UDF കുറ്റപത്രം ഇറക്കുന്നു. പലയിടങ്ങളിലും CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയുണ്ട്. ആ അന്തർധാര വ്യക്തമാക്കുന്ന പല ഉദാഹരണങ്ങളും, പല കേസുകളും, മുഖ്യമന്ത്രിയുടെ മകനും മകളും ഒക്കെ ഉൾപ്പെട്ട കേസുകളടക്കം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDFന്റെ കുറ്റപത്രം ഇന്ന് പുറത്തിറക്കിയത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP ഒന്നും മിണ്ടാൻ കഴിയാത്ത സാഹചര്യം. പകരം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ട് നിങ്ങൾ ആരെ വിശ്വസിച്ച് വോട്ട് ചെയ്യണമെന്നുള്ളത്. BJP പ്രതിനിധി പറഞ്ഞതിൻ്റെ മറുപടിയായി തന്നെ പറയാം. CPM-ൻ്റെയും BJP-യുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ വളരെ കൃത്യമായി തന്നെ UDF തുറന്നു കാണിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഏതൊക്കെ കേസുകളാണ് പിണറായി വിജയനും BJP-യുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളത് കൃത്യമായി അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഈ RSS അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി PM ശ്രീ പദ്ധതി ഇരുട്ടിൻ്റെ മറവിലൂടെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ LDF സർക്കാരാണ്. ഇതെല്ലാം പൊതുജനം വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളായി തന്നെ UDF ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലാവ്ലിൻ കേസ് എത്ര വട്ടം മാറ്റിവെച്ചു എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകനെതിരെയും മകൾക്കെതിരെയുമായുള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നത് ഏത് വഴിയിലാണ് എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. തിരുവനന്തപുരം ജില്ലയിലടക്കം BJP CPM-ൻ്റെ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഉണ്ടായ എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ BJP നേതൃത്വത്തിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുഴൽപ്പണ കേസ് അത് എങ്ങും എത്താതെ പുറത്തേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ദേശീയപാത നിർമ്മാണത്തിൽ നിന്ന വീഴ്ചകൾ, അതിലെ അഴിമതികൾ അടക്കം ചോദ്യം ചെയ്യപ്പെടാതെ മറച്ചു പിടിക്കുകയാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം ഈ പറയുന്ന മരുമകൻ മന്ത്രിക്ക് വേണ്ടി നിന്നത്. ഒപ്പം ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ വളരെ കൃത്യമായി കണ്ടതാണല്ലോ. അതുപോലെ എന്താണ് ഈ തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ടാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MPയെ ആ തൃശ്ശൂരിലേക്ക് കെട്ടിയിറക്കിയത്. അതെല്ലാം എന്തിൻ്റെ കൂട്ടുകെട്ടാണ് എന്നുള്ളത് കൃത്യമാണ്. പിണറായി വിജയനും മക്കളും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് BJP-യുടെ കേരളത്തിലെ നേതാക്കളാണ്. വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് UDF-നെ തകർക്കുക, അതിന് ലക്ഷ്യം ഒന്നായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ജനാധിപത്യമല്ല, അത് കുടുംബാധിപത്യമാണെന്ന് വളരെ കൃത്യമായി മകളെ കൂട്ടുപിടിച്ചുകൊണ്ട് CMRL അഴിമതിക്ക് കുട പിടിച്ച് നിന്ന ഒരു സംസ്ഥാന സർക്കാരിനെ കണ്ടപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് BJP ഭരിക്കുന്ന കേന്ദ്രം ഇതൊന്നും കാണാതെ പോവുകയാണ്. മരുമകൻ്റെ ഭരണപരാജയങ്ങളെക്കുറിച്ച് കൃത്യമായി വാദവരാതെ നമ്മളിവിടെ സംസാരിക്കുകയാണ്, UDF സംസാരിക്കുകയാണ്. പക്ഷേ BJPക്ക് അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. അവരൊക്കെ എന്താ പറയുക, ദോസ്തുക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ സെറ്റിൽ ചെയ്യാനായിട്ട് അവർ ഒന്നിച്ചു കൂടുന്നത് ഡൽഹിയിലാണ്. ഈ നികുതി പണം ഉപയോഗിച്ച് 237 തവണ ഔദ്യോഗിക യാത്ര പിണറായി വിജയൻ നടത്തി എന്ന് പറയുമ്പോൾ, കുടുംബവുമായി ചേർന്ന് നടത്തി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എല്ലാത്തിനും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പിണറായി വിജയൻ ഇവിടെ എന്ത് ചെയ്താലും അത് ഉപകാരപ്പെടുന്നത് BJP നേതൃത്വത്തിനാണ് എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ 100 കോടി രൂപയുടെ PR ദൂർത്താണ്
സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ ആഘോഷമാക്കി നടന്നത്. കിഫ്ബി പരസ്യം 115 കോടി, കേരളീയം 42 കോടി, നവകേരള ദൂർത്ത് 12 കോടി. ഇതൊക്കെ നിരന്തരമായി പൊതുജനങ്ങളുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അന്തർധാരയൊക്കെ വളരെ കൃത്യമായി അറിയാം, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഈ ദൂർത്ത് ഇവിടെ ഈ പിണറായി വിജയൻ ദൂർത്ത് നടത്തുമ്പോൾ അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. കരുവന്നൂർ കേസ് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തെളിയാത്ത ഒരു രേഖയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 400 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. 400 കോടി രൂപയാണ് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കെ ഫോണിൻ്റെ അഴിമതി 520 കോടി, KFC അനിൽ അംബാനി അഴിമതി 101 കോടി, കോവിഡ് കാല അഴിമതി 700 കോടി, 108 ആംബുലൻസ് 250 കോടി, ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ കോടാനുകോടി അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് അഴിമതിയുടെ ഭാഗം പറയുമ്പോൾ ഇത് ജനം അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. കിഫ്ബി, കാരുണ്യ ആരോഗ്യ പദ്ധതി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ, അതുപോലെ കരാറുകൾ, ക്ഷേമനിധി ബോർഡുകൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി, ഇവിടെയെല്ലാം എത്ര കോടി രൂപയാണ് ഈ പറയുന്നത്? കേരളത്തിലെ പൊതുജനം അനുഭവിച്ചുകൊണ്ടിരുന്നത് കാലാകാലങ്ങളായി ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നത്. BJP പ്രതിനിധി അപ്പോഴും പറയുന്നു ഞങ്ങൾ ഇവിടെ ആശാ സമരത്തിനകത്ത് വലിയ വീമ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും സുരേഷ് ഗോപി അടക്കം മുമ്പോട്ട് പോയത്. എന്തുകൊണ്ടാണ് അവിടെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ 2000 രൂപ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞത്? സംസ്ഥാന സർക്കാർ തടഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു BJPക്ക് അന്ന് പറയാൻ മറ്റൊന്നുമില്ലായിരുന്നു. BJPക്ക് അത് കൃത്യമായ അജണ്ടകളുണ്ട്. ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനായി മാത്രമായി വരുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമ്മൾ സംസാരിച്ച ദേവസ്വം വിഷയമടക്കം, ശബരിമല വിഷയമടക്കം അവർ തമ്മിലുള്ള അന്തർധാരയിൽ വളരെ കൃത്യമായ അറിയാമല്ലോ. ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കണമെന്നറിയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുടിശ്ശികകളെക്കുറിച്ച് സംസാരിക്കാനോ ജനം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അവിടെ പ്രകടന പത്രിക കൊണ്ടുവരുന്നത് എന്തിനാണ്? പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അവിടെ സംശുദ്ധമായ ഒരു ലോക്കൽ ബോഡി ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് അവിടെ താഴെത്തട്ടിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് UDFൻ്റെ സ്വപ്നം. ആ പദ്ധതിയിലേക്ക് തന്നെയാണ് UDF നടന്നു കയറുന്നത്. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസൻ, നോക്കൂ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ കണ്ണൂരിൽ CPM അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വിജയം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ഗുണ്ടായിസം കാട്ടിയും ഇത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തെ അനുവദിക്കാത്ത ഒരു പാർട്ടിയുടെ കാടത്തമാണ് CPMന്റെ ആഘോഷങ്ങളിലൂടെ പുറത്തു വരുന്നതെന്ന് അടക്കമുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഗുണ്ടായുസത്തിലൂടെ ഒരു ഭരണം പിടിക്കാം എന്നുള്ളൊരു വ്യാമോഹം, അതായത് ഏത് വിധേനയും ഏത് തെരഞ്ഞെടുപ്പിലും ജയിക്കുക എങ്ങനെയാണോ BJP വിചാരിക്കുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ എന്ത് അവകാശവാദമാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്? ഇത്രയും കാലം നിങ്ങൾ ഭരിച്ചു, എന്ത് വികസന നേട്ടമാണ് പറയാൻ കഴിയുന്നത്? അതായത് UDF ഉദ്ഘാടനം ചെയ്ത് വെച്ച പദ്ധതികൾ അതിന്റെ ബാക്കി ചെയ്തിട്ട് തങ്ങളാണ് എല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള, അല്ലെങ്കിൽ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ നേടുവാനുള്ള നിങ്ങളുടെ കുശാഗ്ര ബുദ്ധി അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കാണാൻ കഴിയുന്നത്. അല്ലാതെ ആളുകളുടെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നടപടിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. അവിടെയാണ് പ്രകടന പത്രിക, UDFന്റെ പ്രകടന പത്രിക വ്യത്യസ്തമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. മേഘ ആദ്യമേ പറഞ്ഞത് മസിൽ പവർ ഉണ്ടാകുന്ന മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ അധികാരം പിടിക്കുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 1-2 സ്ഥലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികൾ പിന്മാറുകയാണെങ്കിൽ അവിടെ പൊതുവേ അവർ ജയിക്കും, അത് സ്വാഭാവികമാണ്. അത് എവിടെ ആയിരുന്നാലും ശരിയാണ്. ബഹുമാനപ്പെട്ട നമ്മളെ റെജി പറയുന്നതായിട്ടു ശുദ്ധജലം കൊടുക്കണം. അപ്പം റെജിയൊക്കെ അപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധജലം അല്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. അല്ല, 100% പ്യൂരിഫൈഡ് വാട്ടർ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതൊക്കെ ഇപ്പം അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് റജീവ് നമ്മളെ കോൺഗ്രസിൻ്റെ വക്താവ് പറയുന്നു, അദ്ദേഹം പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ LDFും BJP ആയിട്ട് ഒരു അവിശുദ്ധ കൂട്ടിയിട്ടുണ്ട്. നോക്കൂ, നമുക്കെന്ന് പറയുന്നത് കേരളത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ തടഞ്ഞിട്ടുള്ള സംസ്ഥാനം, ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം.
BJP സർക്കാർ നമുക്ക് ഏതൊരു ആനുകൂല്യം ഇതിപ്പം തന്നെ PM ശ്രീ ഫണ്ട് അത് ഒപ്പിട്ടപ്പോഴത്തേക്ക് എന്തെല്ലാം കോലാഹലം നിങ്ങൾ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ മുന്നണിക്കുള്ളിൽ തന്നെയായിരുന്നല്ലോ അതല്ല, അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഇപ്പൊ ശശി തരൂർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് നിങ്ങൾ കളഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് കിട്ടേണ്ട സാധനങ്ങൾ വാങ്ങിക്കാതെ എന്തിനു കളഞ്ഞു. ഇപ്പൊ കോൺഗ്രസ് പറയുന്നോ അല്ല അത് വാങ്ങിക്കാൻ പാടില്ല എന്ന്. ഇപ്പം ശശി തരൂർ നിങ്ങളെ MP തിരുവനന്തപുരത്തെ MP പറയുന്നത് അത് വാങ്ങിക്കണമായിരുന്നു എന്നാണ്. നിങ്ങളുടെ MP അല്ലേ, എല്ലാവരുടെയും MP ആണ്. അല്ല, ആരെ ഒരു കോൺഗ്രസിന്റെ MP അല്ലേ അത്? ഇത് പറയുമ്പോഴത്തേക്കല്ല ശശി തരൂര് കോൺഗ്രസിന്റെ മാത്രം MP ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല, എന്താണ് എല്ലാവരുടെയും MP ആണെന്ന് ഞാൻ പറഞ്ഞു. അല്ല അദ്ദേഹം ലോകവിശ്വത്തിനാണല്ലോ. അല്ല ഞാൻ പറയുന്നത് ഞാനത് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് മറ്റേ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോഴത്തേക്കുള്ള മസ്റ്ററിങ് ചെയ്യുന്നത് 2 വർഷത്തെ ഒരിക്കലാണ്. ഇതൊക്കെ തന്നെ നിങ്ങളെ പ്രകടന പത്രികയെന്ന് പറയുന്നത്. അതുപോലെ ആശാ വർക്കർമാർക്ക് 2000 രൂപ മാസം 2000 രൂപ വെച്ച് കൊടുക്കും. നിങ്ങളൊരു ക്ഷേമ പെൻഷൻ കൂടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് 2500 പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. നിങ്ങൾ പറയാത്തത് നമ്മളിത് 3000 രൂപ കൊടുക്കുന്നു. പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നടപ്പാക്കണ്ടേ? അതാണ് കാശ് നിങ്ങൾക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഈ പ്രകടന പത്രികയെല്ലാം ഭരണത്തിലിരുന്ന് എപ്പോഴാണ് അത് കൂട്ടിക്കൊടുത്തത്? എപ്പോഴാണ്? അല്ല, നമ്മൾ 2000 വന്നില്ലേ മേഘ? നിങ്ങൾ പോയപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോഴത്തേക്ക് കുടിശ്ശികയും അത് 600 രൂപ ആയിരുന്നത് അന്ന്. അതുപോലെ എത്ര 1600 ഈ മാസം നിങ്ങൾ നോക്കി നോക്കൂ. 3600 രൂപയാണ് കൊടുത്തത്. എത്ര 2000 രൂപ കൂട്ടിയതും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയും കൂടി. ഇനി ഇപ്പൊ കുടിശ്ശിക വല്ലതും ഉണ്ടോ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് പടിവാതൊക്കെ എത്തി നിൽക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണെന്നുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അല്ല, അത് കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ബോധ്യപ്പെട്ടു. അത് വോട്ടിൽ നിങ്ങൾ കിറ്റ് കിട്ടിയതുപോലെ അല്ല കിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾക്ക് ഈ ഇത് വരുമെന്ന് അറിയും മനസ്സിലാക്കിയിരുന്നു. അല്ല, കിറ്റ് കൊടുത്തതെന്ന് പറയുന്നത് നേരത്തെ കോവിഡ് വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോണ്ടാണോ? കൂട്ടിക്കൊടുക്കാൻ തോന്നിയില്ലല്ലോ. അല്ല കൂട്ടി കൊടുത്തില്ല. കൂട്ടിയ മാത്രമല്ല, ഒരു മാസത്തെ പെൻഷൻ പോലും പെൻഡിങ്ങില്ലാതെ കൊടുക്കില്ലേ? അല്ല, അത് വിശ്വസിച്ചൂടെ? ജനങ്ങൾക്ക് വിശ്വസിച്ചൂടെ? അപ്പൊ നിങ്ങൾ പറയുന്ന വെച്ചാൽ നിങ്ങൾ UDF ആണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പ്രകടനപത്രികയൊക്കെ നിങ്ങൾ കൊള്ളാം, പക്ഷെ എത്ര പ്രാബല്യത്തിലാകുമെന്ന് കണ്ടു തന്നെ. റോഡ് വികസനം ഇപ്പൊ റോഡ് വികസിച്ചിട്ടില്ലേ? അത് ഇനി എവിടെ വികസിച്ചിരിക്കുന്നത് പറയൂ. അല്ല, വികസിക്കാനൊന്നുമില്ല, ഏകദേശം തീർന്നു നിൽക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഹൈവേ വരുന്നപ്പോഴത്തേക്ക് ഇത് ഏറ്റെടുക്കാൻ പൊളിഞ്ഞ ഹൈവേകൾ പോലും തീർത്തും നന്നാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മൾ തുറന്നിട്ടല്ലേ ഇത്രയും വികസനം എന്ന് പറയുന്നത് ഒരിടത്തുനിന്ന് നിർത്തി ഒരിടത്തുനിന്ന് തുടങ്ങുന്നതല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട LDF-ന്റെ പ്രതിനിധി മനസ്സിലാക്കണം. കാലാകാലങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടാകണം, അത് എല്ലാ രാജ്യത്തിന്റെയും അവകാശമാണത്. അല്ല, താങ്കൾ ഇന്ന് പണ്ട് സിറ്റിക്കകത്ത് ഇറങ്ങി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതില് വേറെ അല്ല ഞാൻ പറഞ്ഞത്. ഇനി വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാ ക്യാൻറ്റീനുകളാണ്. ഇന്ദിരാഗാന്ധി ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ അമ്മ ക്യാൻറ്റീനെ പോലെ തന്നെ ഇന്ദിരാ ക്യാൻറ്റീൻ വരുമ്പോൾ എന്താണ് അതിൽ കുറഞ്ഞ നിരക്കിൽ എത്രയ്ക്ക് കൊടുക്കുമെന്ന് പറയൂ. നിങ്ങൾ ഭക്ഷണം എത്ര രൂപയ്ക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നത്? എത്ര രൂപയ്ക്ക്? അത് പറഞ്ഞിട്ടില്ലല്ലോ. ഈ കാലയളവിലെ സർക്കാർ കൂട്ടിയിരിക്കുന്ന അവശ്യ സാധനങ്ങളുടെ നികുതി ഉണ്ടെന്നേ. അത് ഈ പറയുന്നത് പോലെ അത് അതിന്റെ അത്ര ഉയരത്തിൽ എത്തിച്ചു വെച്ചിട്ട് അറിയോ? ഒരു പ്രകടന പത്രിക കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര രൂപയ്ക്ക് കൊടുക്കും. എന്റെ പെട്രോളിന് കൊടുക്കാൻ BJP ലിറ്റർ പെട്രോളിന്. കുടുംബശ്രീക്കാർക്ക് നിങ്ങൾ കുടുംബശ്രീ ക്യാൻറ്റീൻ ഇല്ലേ?
കുടുംബശ്രീ ക്യാൻറ്റീൻ കുടുംബശ്രീ ഇവിടെ ഉണ്ടല്ലോ. ക്യാൻറ്റീൻ, 40 രൂപയ്ക്ക് നല്ല ഊണ് കിട്ടുമല്ലോ. തൊട്ടടുത്ത് SMS സ്കൂളിന്റെ അവിടെ ഉണ്ടല്ലോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. എത്ര അടച്ചുപൂട്ടി പോയി എത്ര നോക്ക് നിങ്ങൾ അവിടെ തുടങ്ങിയതിൽ കൂടുതലും ഭൂരിഭാഗം അടച്ചുപൂട്ടി കഴിഞ്ഞു. അല്ല കുടുംബശ്രീ എവിടെയൊക്കെയാണ് എത്ര ക്യാൻറ്റീനുകൾ ഞങ്ങൾ ഇവിടെ സ്ഥിരം പൊക്കൊണ്ടിരുന്ന ക്യാൻറ്റീനുകൾ തന്നെ പലതും അടച്ചുപൂട്ടി അല്ല ഞാൻ പറഞ്ഞു കുടുംബശ്രീ ഇന്നിപ്പോ നടത്തുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് കുടുംബശ്രീയാണ് എന്റെ ഇതിത്തെ ചേട്ടാ, എല്ലാ സ്ഥലത്തും നടക്കുന്ന കുടുംബശ്രീയാണ്. 322 കേട്ടോ. 112 രൂപയായിരുന്നു എന്റെ വില. 2025 480 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അല്ല വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ അപ്പൊ വൈദ്യുതിയോ അതാണ് നിങ്ങളെ വിരോധാഭാസം. 2.5 യൂണിറ്റ് ഒരു വീട്ടില് ഒരു യൂണിറ്റ് അതൊക്കെ വിട്ടേക്കോ. അഡ്വക്കേറ്റ് സതീഷ്, ലൈഫ് ഭവന പദ്ധതി അതിപ്പോ എന്താണ്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? എത്ര പേർക്ക് വീട് കൊടുത്തു? 5 വർഷം കൊണ്ട് എത്ര ആളുകൾക്ക് വീട് നൽകും എന്നുള്ളതായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം. അതിപ്പോൾ എവിടെ എത്തി? എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? ഇപ്പൊ ബെനിയാത്ത കണക്കൊന്നുമില്ല. ഭൂരിപക്ഷം 80% വീടുകളും ലൈഫ് പദ്ധതി വഴി കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം പേർക്ക് ഇപ്പോഴും അലോട്ട്മെന്റ് പോലും ആയിട്ടില്ല. അങ്ങ് വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. 5 ലക്ഷം ആളുകൾക്ക് ഇതുവരെ അലോട്ട്മെന്റ് പോലും ആയിട്ടില്ല. അങ്ങ് എന്തിന്റെ ആധാരത്തിലാണ് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? ഞാൻ തീരദേശ വാസികൾക്ക് അവർക്ക് നല്ല നിങ്ങളുടെ ലൈഫ് ഭവന പദ്ധതി നിങ്ങൾ മുന്നോട്ട് വെച്ച നിങ്ങളുടെ അഭിമാന പദ്ധതിയായി ലൈഫ് ഭവന പദ്ധതി മുന്നോട്ട് വെച്ച അതിൽ എത്ര എണ്ണം നടപ്പാക്കിയെന്നുള്ളതാണ്. ഇതുവരെയും ഒരാൾക്ക് പോലും അതിന് ഒരു അലോട്ട്മെന്റ് പോലും നടത്തിയിട്ടില്ല. നിങ്ങൾ KPCC വീട് വെച്ച് നിങ്ങളുടെ ലൈഫ് ഭവന പദ്ധതിയെ പറ്റി ചോദിക്കുമ്പോൾ എന്തിനാണ് വഴി കൊടുത്തിട്ടുള്ളത്? 50 രൂപ വില ഉണ്ടായിരുന്ന സമയത്ത് ഈ തീരദേശ മേഖലയിൽ പിന്നെ കടലിൽ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ, അവര് മണ്ണെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവരല്ലേ, അവിടെ അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ മണ്ണെണ്ണയ്ക്ക് പോലും നിങ്ങൾക്കൊന്നും സബ്സിഡി പോലും കൊടുക്കാൻ കഴിയാത്തവരാണ് തീരദേശ മേഖലയിലെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു പ്രകടന പത്രികയൊക്കെ കൊള്ളാം, അത് നടപ്പിലാക്കുന്ന പ്രകടന പത്രികയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എവിടെയൊക്കെ നിങ്ങളുടെ പ്രകടന പത്രിക എത്ര എണ്ണം നടപ്പിലാക്കിയത്? നിങ്ങൾ പറഞ്ഞ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പ്രകടന പത്രികയുടെ എത്ര സ്ഥലങ്ങളിൽ ജയിക്കില്ല അല്ലെങ്കിൽ UDF ജയിക്കില്ല. ശരി, വ്യക്തമാണ്. ശ്രീ ജോമോൻ ചക്കാലക്കൽ, CPM BJP അന്തർധാര ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമുണ്ട് എന്നതാണ് തന്നെയാണ് വ്യക്തമാകുന്നത്. UDF അത് തന്നെയാണ് സംസാരിക്കുന്നതും. പലയിടങ്ങളിലും നോക്കൂ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ഒരു സഹകരണത്തിലൂടെ തന്നെയാണ് CPM ഉം BJP മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആരോപണം. നോക്കൂ മേഘ, എത്ര കാലം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ പറ്റും? നമുക്ക് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക. ഇത് എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ INDA എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് നിങ്ങൾ രണ്ടായി നിൽക്കുക. നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഈ വാളയാർ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാണ്, തിരുവനന്തപുരം കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാണ്. ഇവിടെ കുറച്ച് ആളുകളെ, കുറച്ച് അടിസ്ഥാന വിഭാഗം വിവരമില്ലാത്ത കുറച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ അന്തർധാര എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം പറയും കോലി BS സഖ്യമെന്ന്, ഒരു വിഭാഗം പറയും കേസുകളൊക്കെ എന്തായി എന്ന് അവിടെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകന്റെയും മകളുടെയും ഒക്കെ കേസുകൾ, അങ്ങനെ നിരവധി കേസുകളുണ്ടല്ലോ. BJPക്കെതിരെ കേസുകളുണ്ട്. ആ കേസുകൾ സംസ്ഥാനം തീർപ്പാക്കുന്നു, കേന്ദ്രം തീർപ്പാക്കുന്നു. അതൊരു ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ യാതൊരു മുന്നോട്ട് പോകലും ഇല്ല എന്നുള്ളത്. ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. കേൾക്കൂ പ്ലീസ്, ദയവ് ചെയ്ത് കേൾക്കൂ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു കാര്യം ചെയ്യാൻ കഴിയും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തമ്മിൽ പോലും ഒരു വാഗ്വാദം ഉണ്ടായതാണ്. കാരണം ഇന്ത്യയുടെ നിയമവ്യവസ്ഥ
അത്രയും ശക്തമാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ചില വിഷയങ്ങൾ ഇടപെടാം, ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് ഏതൊക്കെ വിഷയങ്ങൾ ഇടപെടാം എന്ന് പോലും അവരെ അത്രയും ഗൗരവകരമായ സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ കോടതി ഒരു വിഷയത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലും നിങ്ങൾ CPM-ഉം BJP-യും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വർണ്ണക്കൊള്ള ഇപ്പോൾ നിൽക്കുന്ന കേസാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നിങ്ങളുടെ മുൻ മന്ത്രി VS സുനിൽകുമാർ, അദ്ദേഹത്തിന്റെ പേര് ശിവകുമാർ, VS ശിവകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാരാണ് ഇതിൽ പ്രതികളാണ്. അവരിലേക്ക് കൂടെ വരണമെന്നാണ് ഞങ്ങൾ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഞങ്ങൾക്ക് എന്താണ് അതിന്റെ ആവശ്യം? ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുജനങ്ങൾ ഈ വിഷയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് VS ശിവകുമാർ പ്രതിയായത്? VS ശിവകുമാർ എവിടെയാണ് പ്രതിയായത്? നിങ്ങൾ അത് പറഞ്ഞിട്ട് തുടരൂ. നിങ്ങൾ അത് പറഞ്ഞു VS ശിവകുമാർ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയാകുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പറയൂ വേഗം. ഞാൻ പറയാം. ഇവിടെ ഒരു മാസം മുമ്പ് ബഹുമാന്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, വാസു എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റും ചെയ്യുകയില്ല. വാസു എന്ന് പറയുന്ന വ്യക്തി ശുദ്ധ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡ് അത്ര കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ വാസു ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? ഇന്ന് റിമാൻഡിലാണ്. ഇതേ മുഖ്യമന്ത്രി വാസുവിനെ പറ്റി പറഞ്ഞതുപോലെയല്ലോ VS ശിവകുമാർ എങ്ങനെ വരുന്നു എന്ന് പറയൂ. മുഖ്യമന്ത്രി അങ്ങയോടല്ല. പറയാൻ അവസരം തരൂ. ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ സോറി, എനിക്കൊരു കോള് കയറി വന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. അങ്ങ് തുടർന്നോളൂ. ഞാൻ പറഞ്ഞേ, ഇവിടെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 2000 മുതലുള്ള എല്ലാ ശബരിമലയുടെ വിഷയങ്ങളും ഈ ദിവസങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 മുതലുള്ള എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാരും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ VS ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കി മുമ്പോട്ട് പോവുകയാണ്. VS ശിവകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാനിപ്പോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ CPM-ന്റെ നേതൃത്വത്തിനെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിനെയും ഒരേ തട്ടിൽ ശ്രീ ജോമോൻ കാണണ്ട. നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം. ഓക്കെ, ഞാൻ പറയാം ശ്രീ ജോമോൻ. ഞാൻ പറയുന്നു ഇല്ല, വാസു ഉൾപ്പെടെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് VS ശിവകുമാറിന്റെ പേര് നിങ്ങൾ വലിച്ചുവെച്ചു. അതിന് ആധാരമാക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുകയാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെയാണെന്ന്. അങ്ങനെ ഒരു ചർച്ചയിൽ പറഞ്ഞു പോകാൻ കഴിയില്ല, അതിന് അനുവദിക്കുകയില്ല. ഞാൻ പറയുന്നു അന്വേഷണം മുന്നോട്ട് പോയാൽ ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അകത്തു പോകും. പങ്കുണ്ട്. കേവലം നിങ്ങളുടെ വ്യാമോഹം മാത്രം. കുഴൽപ്പണൽ കേസിലെ K സുരേന്ദ്രൻ അകത്ത് പോയില്ല. ആര് പിന്തുണച്ചിട്ടാണ്? ആര് പിന്തുണച്ചിട്ടാണ് സുഹൃത്തെ? അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ കയ്യിൽ വെച്ചാണ്. വളരെ പ്രകടമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലും ഇത്തരത്തിലുള്ള BJP CJP ബന്ധം ഇവിടെ വ്യക്തമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശ്രീ ജോമോൻ ചക്കാലക്കലിനുള്ള മറുപടിയും കൂടി വളരെ പെട്ടെന്ന്. നോക്കൂ, ഇവിടെ കേരളത്തിലെ CJP മുന്നണി പ്രകടമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് CPIയുടെ പ്രമുഖയായ നേതാവ് ശ്രീ ആനി രാജയാണ്. ഇനി അതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഇവിടെ ബഹുമാന്യനായ നമ്മുടെ രവീന്ദ്രൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ CJP മുന്നണി വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് എന്താണെന്നറിയാമോ? കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന P. ഹരീന്ദ്രൻ
അദ്ദേഹം പാലത്തായി കേസിൽ ഒരു BJP നേതാവിനെ പോക്സോ കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ആജീവനാന്തം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ആ കേസിൽ വക്കാലത്ത് പറയുന്നതും ഈ RSSന് വേണ്ടി സംസാരിക്കുന്നത് ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഈ P. ഹരീന്ദ്രനാണ്. നമ്മൾ പറഞ്ഞ എന്താണ് തെറ്റ്? ബി റജി അദ്ദേഹം പറഞ്ഞ എന്താണ് തെറ്റ്? അത് BJPക്ക് വേണ്ടി സംസാരിക്കുന്ന സ്വരമല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ സുരേന്ദ്രനെതിരെയുള്ള കേസ് എന്തായി? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചോ? അയാളെ ആ കേസിൽ നിന്ന് എന്ത് സംഭവിച്ചു? ഇവിടെ PM ശ്രീയിൽ ഒപ്പിടാൻ ഇവിടെ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല, PM ശ്രീയിൽ ഒപ്പിടാൻ പോയിരിക്കുന്നു. ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവിടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നെ എന്താണ് കേന്ദ്ര ധനമന്ത്രിയുമായി കേരള ഹൗസിൽ ഇരുന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊരു ഭാഗത്ത്. ഇനി മാത്രമല്ല, ഈ ശബരിമല ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവസരം കൊടുത്തത് ഈ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ? ഈ MR അജിത് കുമാറിനെ ADGP ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. ബഹുമാനായ സതീഷ് വസന്ത് പറഞ്ഞ പോലെ ഇവിടെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണ് LDF എന്ന് പറയുന്നു. ഇവിടെ ജനാധിപത്യത്തിന് പുല്ലുവില കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. SFIക്കാർ ക്യാമ്പസിൽ KSU പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. DYFIക്കാർ പ്രതിഷേധ സമരങ്ങളെ തച്ചുടയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ഇപ്പം നോക്കൂ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നടക്കുന്നത് നോക്കൂ. തിരുവല്ലയിലായാലും കണ്ണൂരായാലും ഈ തിരുവനന്തപുരത്തായാലും മർദ്ദിക്കുന്നു. ഇവിടെ ഒരു പാളയത്തെ CPM-ന്റെ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹം മത്സരിക്കുന്ന രംഗത്തുള്ള ഒരാളെ മർദ്ദിച്ച് അവശയാക്കി എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ജനാധിപത്യത്തിനോ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പുകൾക്കോ ആ അർഹമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതെ കയ്യൂക്കിന്റെ കരുത്തുകൊണ്ടാണ് ഇവിടെ CPM ഇവിടെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തമാണ്. അതായത് ഇന്നത്തെ വാഗ്ദാനം നാളത്തെ യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ തന്നെയാണ് UDF-ന്റെ പ്രകടനപത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തിലുമാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും കളനിറഞ്ഞിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയുമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എന്റെ 4 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. ഡിബേറ്റ് 360 പൂർണ്ണമാകുന്നു. ജയ്.